My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. യുകെയിൽ താമസിക്കുന്ന ഒരാൾ ഇന്ത്യയിലെ വീടിന് യുകെയിൽ ടാക്സ് കൊടുക്കേണ്ടി വരുമോ? നിങ്ങൾ 182 ഡേയ്സിൽ കൂടുതൽ യുകെയിൽ താമസിക്കുമ്പോൾ യുകെ ടാക്സ് റെസിഡൻ്റ് ആണ്. ലോകത്തിൽ എവിടെ നിന്നും വരുമാനം, ഇന്ത്യ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ യുകെയിൽ ടാക്സ് ഡിക്ലെയർ ചെയ്യണം. അതായത് ഇന്ത്യയിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ, അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ യുകെയിൽ സാധാരണ ബൈ ടു ലെറ്റ് വീട് കൊടുക്കുന്ന മാതിരി ഇവിടെ ഇൻകം ഡിക്ലെയർ ചെയ്ത് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. മറിച്ച് ആ വീട് വിൽക്കുന്ന സാഹചര്യത്തിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് യുകെയിൽ കൊടുക്കേണ്ടി വരുന്നു. ഇന്ത്യയിലും അത് കാൽക്കുലേറ്റ് കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ ഡബിൾ ടാക്സേഷൻ എഗ്രിമെൻ്റ് പ്രകാരം ഒരു ഇംഗത്തിന് ഒരു രാജ്യത്ത് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇന്ത്യയിൽ കൊടുത്ത ടാക്സ് ഇവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടും. പലരും ചോദിക്കുന്നതാണ്, എനിക്ക് ഒരു വീട് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, പക്ഷേ യുകെയിൽ ഒരു വീടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു വീട് സെക്കൻഡ് ഉണ്ടെങ്കിൽ അത് ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി പോലെ തന്നെയാണ് കണക്കാക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വാടക വരുമാനത്തിനും അത് വിറ്റ് കിട്ടുന്ന ലാഭത്തിനും ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്നത് പോലെ തന്നെ യുകെയിൽ ഡിക്ലെയർ ചെയ്യുകയും എക്സസ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇത് പ്രകാരം നിങ്ങൾക്ക് ഓവർസീസ് ഇൻകം ഉണ്ടെങ്കിൽ ധാരാളം നോട്ടീസുകളാണ് അയക്കുന്നത്. ഇതുവഴി നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിൽ 30% പെനാൽറ്റി അവർ ചാർജ് ചെയ്യുകയും അതുകൂടാതെ ടാക്സും ഇൻട്രസ്റ്റും നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഇൻകം ഉണ്ടെങ്കിൽ HMRCയുടെ നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ 30% പെനാൽറ്റി നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പലരും HMRCയുടെ ഫോറിൻ ഇൻകം എന്നുള്ള ലെറ്റർ ഇഗ്നോർ ചെയ്യുന്നത് വഴി വലിയ ടാക്സ് പെനാൽറ്റിയാണ് കൊടുക്കേണ്ടതായി വരുന്നത്. യുകെയിൽ താമസിക്കുന്ന ഏതൊരാൾക്കും വേൾഡ് വൈഡ് ഇൻകം ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഒരു വീട് എന്നുള്ളത് യുകെയിൽ ഒരു വീടുണ്ടെങ്കിൽ അത് സെക്കൻഡ് വീടായി കൺസിഡർ ചെയ്യുകയും അതിൻ്റെ റെൻ്റൽ ഇൻകവും ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഇന്ത്യയിൽ എന്ന പോലെ തന്നെ യുകെയിൽ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. പലരും പറയും, ഞാൻ ഇന്ത്യയിൽ അതിൻ്റെ ടാക്സ് കൊടുത്തതാണ്, അതുകൊണ്ട് യുകെയിൽ കൊടുക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. യുകെയിൽ താമസിക്കുന്ന ഒരാൾ യുകെയിലെ ടാക്സ് ലോയാണ് പാലിക്കേണ്ടത്. യുകെയിലെ നിയമപ്രകാരം മറ്റ് രാജ്യങ്ങളിൽ വീടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനും അത് വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനും യുകെ ഡിക്ലെയർ ചെയ്ത് ആവശ്യമായിട്ടുള്ള ടാക്സ് അടയ്ക്കണം. ഡബിൾ ടാക്സേഷൻ ട്രീറ്റി പ്രകാരം ഒരേ ഇംഗത്തിന് രണ്ട് രാജ്യത്ത് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. എവിടെയാണോ ടാക്സ് റെസിഡൻ്റ് ആയിട്ടുള്ളത്, അതായത് യുകെയിലെ ടാക്സ് ഫോളോ ചെയ്യുകയും ഇന്ത്യയിൽ അടച്ച ടാക്സ് അതിൽ നിന്ന് റിലീഫ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. വിദേശ രാജ്യത്തെ ഇൻകമോ വിദേശ രാജ്യത്ത് നിന്ന് പ്രോപ്പർട്ടി കിട്ടിയ ക്യാപിറ്റൽ ഗെയിനോ യുകെയിൽ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് HMRCന്ന് ലെറ്റർ വരികയും അതിനുശേഷം 30% പെനാൽറ്റി കൊടുക്കേണ്ടതായി കാണുന്നു. യുകെ ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് യുകെ ബിസിനസ്സിനെ പറ്റി, യുകെ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, യുകെ എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.